ഇന്ന് പുറത്തു വന്ന രണ്ട് IPL ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് MS ധോണിയുമായി ബന്ധപ്പെട്ടതാണ്. ധോണി CSK ടീമിൽ മികച്ച ഫിനിഷിംഗ് ആണ് കാഴ്ചവെക്കുന്നത്. ഈ 42ാമത്തെ വയസ്സിലും ധോണിയുടെ ബാറ്റിംഗ് കണ്ട് ആരാധകർ കണ്ണു തള്ളുകയാണ്. ഇപ്പോഴത്തെ ധോണി ഇന്ത്യൻ ടീമിലേക്ക് വീണ്ടും തിരിച്ചു വരുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഈ വർഷത്തെ T20 വേൾഡ് കപ്പിൽ MS ധോണിയും ഭാഗമാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്ലെയറായിട്ട് ഇനി ധോണിക്ക് വരണമെങ്കിൽ ധോണി വിരമിക്കൽ പിൻവലിക്കണം, അല്ലെങ്കിൽ ധോണി ഇന്ത്യയുടെ മെൻഡറായിട്ടായിരിക്കും വരാൻ പോകുന്നത്. ധോണി ഇന്ത്യൻ ടീമിലേക്ക് വരുമെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ കാണാനുണ്ട്. ധോണി വന്നാൽ ഇന്ത്യ ഉറപ്പായിട്ടും കപ്പ് നേടും. അടുത്തൊരു അപ്ഡേറ്റ് രോഹിത് ശർമ്മയുമായി ബന്ധപ്പെട്ടതാണ്. രോഹിത് ശർമ്മ മുംബൈ ടീമിനെ നല്ല രീതിയിലാണ് നയിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ പാണ്ഡ്യ വന്നതോടെ മുംബൈ ടീം നാശമായി. മാനേജ്മെൻറ്റിന് രോഹിത് ശർമ്മയോട് വലിയ വിലയില്ല. അതുകൊണ്ട് തന്നെ രോഹിത് ശർമ്മ മുംബൈ ടീം വിട്ട് പോകാനൊരുങ്ങുകയാണ്. അടുത്ത വർഷം മെഗാ ഓപ്ഷനാണ്. അതുകൊണ്ട് എല്ലാ താരങ്ങളും പുതിയ ടീമിലേക്ക് ചേക്കേറും. ഇക്കൂട്ടത്തിൽ രോഹിത് ശർമ്മയും പോകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലിപ്പോൾ IPL ഏറ്റവും മികച്ചൊരു ടീം രാജസ്ഥാനാണ്. രോഹിത് ശർമ്മ രാജസ്ഥാൻ ടീമിലേക്ക് ചേക്കേറാനുള്ള സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. രോഹിത്തും കൂടി രാജസ്ഥാനിലെത്തിയാൽ പിന്നെ രാജസ്ഥാനെ പിടിച്ചു കെട്ടാൻ എളുപ്പമല്ല. ഓൾറെഡി സഞ്ജു അവിടെയുണ്ട്. രോഹിത് ശർമ്മയും സഞ്ജുവും ഒന്നിച്ചാൽ ഈ IPL ഏറ്റവും ഡേഞ്ചറസ് ടീം രാജസ്ഥാനായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.